അതായത് വികൃതമായ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രൂപം. ഈ പറയുന്ന ക്രൈസ്തവരെയും അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ ഒരു കാര്യവുമില്ലാതെ അറ്റാക്ക് ചെയ്ത് പലരെയും ചെന്ന് കൊന്നു. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇങ്ങനല്ലല്ലോ മാത്തപ്പ അജ്ജ് മുമ്പ് പറഞ്ഞത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മള്. മോദി ഈസ് എ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ആണെങ്കിലും ഇപ്പൊ ട്രംപ് മോദിയോട് പറയാൻ എനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ പറയുന്നത്. അതുമല്ല, അതിനേക്കാൾ വലിയ വേറൊരു സംഭവം കൂടെ പറഞ്ഞിരുന്നു, അതും കൂടെ കേൾപ്പിച്ചു തരട്ടെ. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ്. ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും ചിലപ്പോൾ, എനിക്കറിയത്തില്ല, മഹലൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങൾ അതിനെ മുതിരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങളെ പൊളിറ്റിക്കലി അല്ല, നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും, കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും. നീ മുസ്ലിം ലീഗ് വെച്ച് നിങ്ങൾക്ക് എത്ര സീറ്റ് ജയിക്കാൻ പറ്റും? ബാക്കിയുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതായത് നിങ്ങളെ തൊലച്ചു കളയും, ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും. അതാണ് മനസ്സിൽ തലേ വെച്ചോണം ഇത്. എന്താണ് മാത്തപ്പ നിങ്ങള് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടെ മുസ്ലിങ്ങളെ അങ്ങോട്ട് ഐസൊലേറ്റ് ചെയ്ത് കളയും അല്ലേ, ഹ്യൂമിലിയേറ്റ് ചെയ്ത് കളയും അല്ലേ? എന്നിട്ട് ഇപ്പൊ ആര് കിടക്കുന്നത് NIA ജയിലില്? ആരാ കിടക്കുന്ന ജയിലില്? ആരാണ്? മുസ്ലിങ്ങളാണോ? അല്ല. ആരാണ്? 2 പാവം കന്യാസ്ത്രീകൾ. ആരാണ്? ക്രിസ്ത്യാനികൾ. ആരാണ് ജയിലിൽ കയറ്റിയത്? നീ പറഞ്ഞ ഹിന്ദുക്കളല്ല, നീ പറഞ്ഞ സംഘികള്. നീയൊക്കെ മൂടും താങ്ങി നടക്കുന്നേ, നീയൊക്കെ ആസനം ഇങ്ങനെ പതുക്കെ ഒഴിഞ്ഞെടുത്ത് ഉമ്മ കൊടുത്ത് നടക്കുന്ന സംഘികളില്ലേ, അവരാ കയറ്റിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവസാനം മുസ്ലിങ്ങള് ഇതൊക്കെ കണ്ട് നമ്മളതിലൊന്നും ഇല്ലേ, നമ്മളിപ്പുറത്ത് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നു. കുണ്ടി ഉള്ളി നടക്കുന്നത് എൻ്റെ കൂട്ടത്തിലെ പിതാക്കന്മാരും മെത്രാന്മാരും എല്ലാവരും കൂടെ ഓട്ടം. ആർക്കെതിരെ? താങ്ങി നടക്കുന്ന അവന്മാർക്കെതിരെ. എന്നിട്ട് ഇപ്പം എന്തായി? അവസാനം ഒരു തേങ്ങയില്ല, ഒരു വാലുമില്ല. ഇപ്പം കിടക്കുന്ന ഇവിടെ NIA കോടതിയുടെ അണ്ടറുള്ള ജയിലില്. ഇനി പറ, ആരെ ഹ്യൂമിലേറ്റ് ചെയ്യും? ആരെ ഐസൊലേറ്റ് ചെയ്യും? എടാ, നീയൊക്കെ ഉണ്ടല്ലോ, കിട്ടുന്ന പൈസക്ക് നിന്റെ ഒക്കെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ ആലോചിക്കണം നാളെ നിന്റെ ഒക്കെ കുണ്ടിക്കടി കിട്ടും എന്നുള്ളത്. അടി മാത്രമല്ല, കുന്തം കയറിയില്ലപ്പം നീ എന്ത് ചെയ്യും? എടാ മാത്യൂസേ, ഈ ഒരു കാര്യം മനസ്സിലാക്കി. നീ ഈ പാവപ്പെട്ട ഈ പറഞ്ഞ നാട്ടിലെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടനെ താലിബാനും മലപ്പുറത്തിനെ മിനി പാകിസ്ഥാനും ഒക്കെ ആക്കി നടക്കുന്ന സമയത്തെ നിന്റെ കൂട്ടക്കാരെ, നിന്റെ കൂട്ടത്തിലെ പാസ്റ്റർമാര്, നിന്റെ കൂട്ടത്തിലെ സിസ്റ്റർമാര്, നിന്റെ കൂട്ടത്തിലെ അച്ഛന്മാരെയും പിതാക്കന്മാരെയും നിന്റെ കൂട്ടത്തിലെ മെത്രാമാരുടെ ഒക്കെ അണ്ണാക്കിലേക്ക് കേക്കും കുത്തി തിരിയിട്ട് ഇവന്മാര് അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് കേക്കിന് വരെ കുത്തി കയറ്റിയതേ നല്ല കുന്തമായിരുന്നു. അവൻ്റെ ഒക്കെ കുന്തം. ഇനിയെങ്കിലും ബോധം വെക്കടോ, ഇനിയെങ്കിലും ബോധം വെക്ക്. ഇപ്പം നമുക്കവിടെ പൊള്ളിയില്ലേ, അവൻ്റെ മേലെ ആസകലം പൊള്ളുന്ന വീഡിയോ ആണെങ്കിൽ ഇന്നലെയും മെനിയാന്നൊക്കെ ഇട്ടത് ഞാൻ കണ്ടു. അങ്ങ് പൊള്ളിട്ട് സഹിക്കണില്ല അല്ലേ മാത്യൂസ്? എനിക്ക് സഹിക്കരുത്. നീ പറഞ്ഞ വിദ്വേഷം അല്ലെങ്കിൽ നീ പറഞ്ഞു വരത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കൂടെ കൂടി നിൻ്റെ ഒക്കെ കൂസ ഊളച്ചേറ്റകളും അതുപോലെ നാട്ടിലെ കുറേ ക്രിസംഗികളും കൂടെ വടി പിടിക്കുന്ന കുറേ എച്ചിൽ നാറുകളും കൂടെ കൂടിയിട്ട് ഈ പറഞ്ഞ ഇസ്ലാമിനെ അങ്ങോട്ട് ഒതുക്കി ഉള്ളിലാണ് കയറ്റാന്ന് വിചാരിച്ച് അവസാനം കിട്ടിയ പണി എൻ്റെ ഒക്കെ മൂർത്താവിലായിപ്പോയി. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. പോട്ടെ, സാറില്ല. ഇനിയും മാത്യൂസിന് കുറേ സങ്കടങ്ങൾ പറയാനുണ്ട്. മാത്യൂസിന്റെ സങ്കടങ്ങൾ കേട്ടിട്ട് നമുക്കതൊക്കെ പരിഹരിച്ചു കൊടുക്കാം അല്ലേ? കേൾക്കാം. ഇത് ബേസിക്കലി ഉത്തരേന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒരു ഇഷ്യൂ ആണ്. അതായത് ദളിത് കമ്മ്യൂണിറ്റിക്കും അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിനും എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി ക്രിസ്ത്യൻ മിഷണറിമാർ ത്രൂ. പിന്നീട് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ബജരാങ്കൾ ഇവരൊന്നും ഈ നല്ലപോലെ രാവിലെ എണ്ണിച്ച് വൃത്തിയായി കുളിച്ച് വെൽ ഡ്രസ് ഇട്ട് പോകുന്നവർ, കാരണം അവനും വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പൊ ഇവനും ഈ ഇവാഞ്ചലിസ്റ്റോ പാസ്റ്ററോ ഒക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ ബൈബിളിൽ വിശ്വസിച്ച് വന്നു കഴിയുമ്പോൾ, ഇവൻ ആദ്യം എഡ്യൂക്കേഷൻ കിട്ടുന്നു, രണ്ടാമത് ഇവൻ വെൽ ഡ്രസ്ഡ് ആവുന്നു. അതായത് നല്ലപോലെ കുളിച്ച് ഡ്രസ് ചെയ്ത് പ്രോപ്പറായിട്ട് അവൻ പോകാൻ തുടങ്ങുന്നു. ഇതൊന്നും ഇവൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ ദളിതു ആദിവാസിയ, ഇവൻ മറ്റേ അപ്പർ കാസ്റ്റ്. അവന്റെ മുമ്പിൽ കൂടെ ഇവൻ പാന്റും ഷർട്ടും ഇട്ട് ഷൂ ഇട്ട് പോകുന്നത് ഇവനെ ദഹിക്കുന്നില്ല. കാരണം അവന് ജോലിക്കാരനെ കിട്ടുന്നില്ല. ഇതാണ് ഇഷ്യൂ. ഈ ഇഷ്യൂവിന്റെ മേളിലാണ് ഈ ബജരാംഗ് എന്ന് പറഞ്ഞ് ഗുണ്ടകൾ ഉണ്ടായിരിക്കുന്നത്.
അതാണ് സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത നികൃഷ്ട ഇന്ത്യയുടെ രൂപമാണിത്. ഓ നികൃഷ്ട ഇന്ത്യക്കായി എൻ്റെ തമ്പുരാനെ. പണ്ട് മോദിജി ഭരിച്ച ഇന്ത്യ ഏതോ കൊലകൊമ്പത്തെ അണ്ണാക്കിൽ അടിച്ചതും പറഞ്ഞ് നടന്നജ്ജാണ് ഇപ്പൊ പറയണത് നികൃഷ്ട ഇന്ത്യ. ബജ്രംഗുകളും അതല്ലെങ്കിൽ സംഘപരിവാറും ഇല്ലാണ്ടാക്കിയ ഇന്ത്യ. അതേ പറഞ്ഞ സംഘപരിവാറും RSSും തന്നെയാണ് മോദിജിനെ കൊണ്ടുവന്നതും. മോദിജി ഇന്ത്യൻ അങ്ങോട്ട് എന്തോ ഒലത്തിയെന്നാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാത്യൂസ് എജ് പറഞ്ഞു നടന്നത്. അതൊക്കെ ഓർക്കുന്നുണ്ടോ മാത്യൂസേ? അടി കിട്ടിയപ്പോഴല്ലേ പലതും ഓർമ്മ വന്നത് മാത്യൂസേ. ഇപ്പൊ എന്താണ് മാത്യൂസ് എങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെയ്യ നമ്മള്? കഴിഞ്ഞില്ല, മാത്യൂസിന്റെ സങ്കടം കുറച്ചുകൂടെ ഉണ്ട്, കേൾക്കുങ്ങൾ. ഉണ്ടായി. അപ്പൊ ഇതിനൊരു ഉറപ്പായിട്ടും ഇതിനൊരു അന്ത്യം ഉണ്ടാകും, തിരിച്ചടി ഉണ്ടാകും ഇത്. കാരണം ഈ പറയുന്ന നമ്മളിപ്പോ നോർത്ത് ഈസ്റ്റ് എടുക്ക്, ഈ പറയുന്ന ബജരാംഗളിലും RSSന് അവിടെ കയറാൻ പറ്റൂ. ആ രീതിയിലാക്കിയില്ലേ? ആരാക്കിയത്? നിങ്ങൾ തന്നെ ആക്കി. നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല. അവരെല്ലാം കൂടെ അവൻ ഇഷ്ടമുള്ളടുത്ത് പോയി. അങ്ങനല്ലല്ലോ മാത്യൂസേ മുമ്പ് പറഞ്ഞത്. അവിടെ ഏതോ രണ്ട് എന്താ പറയാ ഈ ഗോത്രവർഗക്കാർ അടികൂടുന്ന അവിടെ എന്തിനാണ് RSSന്റെ അല്ലെങ്കിൽ മോദിജി എന്തിനാണ് അങ്ങോട്ട് നോക്കേണ്ട കാര്യം? അവർ തമ്മിൽ അടിക്കട്ടെ, അവർ ഞങ്ങളുടെ ക്രിസ്ത്യാനികളെ കൂട്ടത്തിലല്ല എന്നൊക്കെയാണല്ലോ മാത്യൂസ് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് മാത്യൂസേ. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പേരെടുക്കാൻ നോക്കാന്നായിരുന്നല്ലോ മാത്യൂസ് മുമ്പ് കൊണച്ചിരുന്നത് മാത്യൂസേ. എന്തേ ആ കൊണ മാറ്റിയത് മാത്യൂസേ? അവിടെ അങ്ങോട്ട് ഒതുങ്ങിയില്ല അല്ലേ? മണിപ്പൂരിൽ അങ്ങ് ഒതുങ്ങിയില്ല. ഇന്ത്യ മൊത്തത്തിൽ എൻ്റെ സിസ്റ്റർമാർക്കും എൻ്റെ പാസ്റ്റർമാർക്കും കുണ്ടിക്ക് അടി കിട്ടിയപ്പം മാത്യൂസിന് പൊള്ളി. മാത്യൂസ് അപ്പം പ്രതികരിച്ചു തുടങ്ങി അല്ലേ? ഇത് തന്നെയാണ് മാത്യൂസ് നീ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബീഫിൻ്റെ പേരിലും അല്ലെങ്കിൽ അമ്പലം പള്ളി എന്നും പറഞ്ഞിട്ടും അതല്ലാത്ത പല ജിഹാദുകളുടെ പേരിലും മുസ്ലിങ്ങൾക്ക് കുത്തി കൊന്നു കളഞ്ഞ സമയത്തെ മുസ്ലിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പ്രതികരിക്കാൻ വന്നപ്പോഴായിരുന്നു മാത്യൂസ് എനക്ക് പൊള്ളിയത്. അന്ന് വെച്ച് കുറേ സംഘിന്റെ ആസനം താങ്ങി ഉമ്മ കൊടുത്ത് നീ ഒന്ന് സുഖിപ്പിച്ചു കൊടുത്ത്. ഇപ്പൊ എന്തേ മാത്യൂസേ ചൂരലോണ്ട് കിട്ടിയോ എൻ്റെ ചന്തിക്കടി? മാത്യൂസ് തീർന്നിട്ടില്ല. മാത്യൂസിന് ഇനിയും കുറച്ച് കാര്യം കൂടെ പറയണ്ടേ, കേക്ക്. അത് എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടായി. അപ്പൊ ഇതിനൊരു ഉറപ്പായിട്ടും ഇതിനൊരു അന്ത്യം ഉണ്ടാകും, തിരിച്ചടി ഉണ്ടാകും ഇത്. കാരണം ഈ പറയുന്ന നമ്മളിപ്പോ നോർത്ത് ഈസ്റ്റ് എടുക്ക്, ഈ പറയുന്ന ബജരാംഗളിലും RSSന് അവിടെ കയറാൻ പറ്റൂ. ആ രീതിയിലാക്കിയില്ലേ? ആരാക്കിയത്? നിങ്ങൾ തന്നെ ആക്കി. നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല. അവനെല്ലാം കൂടെ അവൻ ഇഷ്ടമുള്ളടുത്ത് പോയി. ഇന്ന് അവിടെ പോയി നിങ്ങൾക്ക് ഈ പറയുന്ന RSSന്റെയോ ഈ പറയുന്ന BJPയുടെ സ്ലോഗൻ അവിടെ പറയാൻ പറ്റും. BJP എന്നിട്ട് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നവരാ. അതിന്റെ കാര്യം എന്താ? നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു. അവരെ നോക്കാൻ മറ്റുള്ള മിഷണറിമാർ കയറി. ഇത് ഇന്ത്യയുടെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് തമിഴ്നാടിൽ BJP കിളച്ചു പിടിക്കാൻ പറ്റാത്തത്? അവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയെ നോക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂവിനെ, അതായത് ജാതിപരമായ ഇഷ്യൂവിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അതിനെ അഡ്രസ്സ് ചെയ്തില്ല. കാസ്റ്റ് ഇന്ത്യയിലൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന മതപരിവർത്തനം ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വളരെ ഫാസ്റ്റായിട്ട് റാപ്പിഡായിട്ടാണ് ഇത് പോകുന്നത്. ഇതിനെ തടയാനൊന്നും ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കത്തില്ല. ഒറ്റ സംഭവത്തിൽ മാത്രം ഇതിനെ തടയാൻ പറ്റും. ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസികളെയും നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ സഹോദരങ്ങളായിട്ട് ചേർത്താൽ മാത്രമേ ഇതിന് തടയിടാൻ സാധിക്കുകയുള്ളൂ. അതാണ് എടാ കിളവ, എടാ മാത്യൂസ്, ഇതൊക്കെ തന്നെ അല്ലേടാ ഇത്രയും കാലം ചെലച്ചോണ്ടിരുന്നത്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ പല രീതിയിലും ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന ഈ വൃത്തികെട്ട ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന സംഘികളും കൃസംഘികളും ഈ പറഞ്ഞ എന്താ പറയാ സംഘപരിവാറും RSSും എല്ലാം കൂടെ തലേ കയറി മെഴുകുമ്പോഴല്ലടാ എടാ മാത്യൂസെ നിന്നോടൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളല്ല ആൾക്കാർ കാര്യം പറഞ്ഞിരുന്നേ. അന്ന് പൈസ കിട്ടിയ പൈസൻ്റെ ഒഴുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കണ്ണിലെ മഞ്ഞ കയറിയിട്ട് വാ തുറന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അന്ന് ഒന്ന് നിന്റെ വായിന്ന് 4 ഫ്ലൈറ്റ് കുത്തി വർത്താനം സത്യാവസ്ഥ ഏതോ ഇന്റർനാഷണൽ പത്രം കണ്ട് നീ പറഞ്ഞപ്പം സംഖ്യകളെല്ലാം കൂടെ നിന്റെ അണ്ണാക്കിൽ ഇട്ട് കിട്ടി. പൈസ വരുന്നില്ല, വ്യൂസ് വരുന്നില്ല, ആരും കാണുന്നില്ല. അപ്പം ഇനിയിപ്പോൾ മാത്യൂസ് കണ്ണങ്ങോട്ട് തുറന്ന് എന്താണ് നടക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മാത്യൂസിന് മനസ്സിലായി ഓൻ്റെ ഒക്കെ ഡാഷുകൾ കിട്ടണമെന്നുള്ളതിന് മനസ്സിലായപ്പോൾ മാത്യൂസിന് അടുപ്പൊള്ളി. അതല്ലേ മാത്യൂസ് ഇപ്പൊ വന്ന് ഇങ്ങനെ വർത്താനം പറയാൻ തോന്നുന്നത്? മാത്യൂസിന് കഴിഞ്ഞിട്ടില്ല. മാത്യൂസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ചില ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ഇസ്ലാം വിശ്വാസികളുടെ അടുത്ത്
ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ വർക്ക് ചെയ്യുന്നില്ല? ചോദ്യം കറക്റ്റാ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നവർ, നിങ്ങൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ, അതായത് കാശ്മീരിൽ ശരിക്കും വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്? അതായത് കാശ്മീരിൽ പാകിസ്ഥാനി വർക്ക് ചെയ്യുന്നില്ലേ? ഇന്ത്യയുടെ അതേപോലെ തന്നെ മീററ്റിൽ, അതേപോലെ തന്നെ മുസ്ലിങ്ങളുള്ള പോക്കറ്റിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ? ഇത് ചോദ്യമാണ്. ഇവിടൊക്കെ ഇവർ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കാത്തത് ഇവർ പബ്ലിസിറ്റി ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അതായത് ഇറാനിൽ പോലും വർക്ക് ചെയ്യാനും സൗദി അറേബ്യ വർക്ക് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ്, അതായത് ഇവാഞ്ചലിസ്റ്റുകൾ ലോകത്തെവിടെയും വർക്ക് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും കയറി തടയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പ്രശ്നമാണ് ആദ്യം തീർക്കേണ്ടത്, അതായത് കാസ്റ്റിസം. ഈ ജാതീയത തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കടിഞ്ഞാണിടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എനിക്കറിയാം ഇവിടെയൊക്കെ ഈ പറഞ്ഞ മറ്റു മതക്കാര് കാശ്മീരിലും പാകിസ്ഥാനിലും സൗദി അറേബ്യയിലും ഇറാനിലും ഒക്കെ ഉണ്ട്. ഒരു പ്രശ്നം അവർക്കില്ല. എന്തേ മതം മാറ്റുന്ന പേരിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂവിന്റെ പേരിൽ എന്തേ മുസ്ലിങ്ങൾ വരാരും കൊല്ലുന്നില്ലേ? മിനി താലിബാനും പാകിസ്ഥാനും ഒന്നും അല്ലേ നമ്മൾ? അല്ലേ? മുസ്ലിങ്ങൾ എന്തേ ഇവരൊക്കെ കൊല്ലാണ്ട് വെച്ചത്? അതാടാ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞത്. നീയൊക്കെ വന്നിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഈ മതത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കോട്ടെ, അല്ലാത്തൊരു പോയിക്കോട്ടെ, അവരെ പിന്നാലെ ഇങ്ങനെ ജാതിയും വിളിച്ച് ജയശ്രീരാമം വിളിച്ച് കൊല്ലാനും തല്ലാനും NIA കോടതി പിടിച്ച് ഞാൻ ഈ പറഞ്ഞ കൂട്ടർ പോവാറില്ല. അതാണ് വ്യത്യാസം. പിന്നെ ഇക്കൂട്ടത്തിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഈ ദളിതരെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരല്ല. ഒരു സാമൂഹികപരമായിട്ട് വിദ്യാഭ്യാസവും പൈസയും തിന്നാൻ ഭക്ഷണവും ഡ്രസ്സും വീടും എല്ലാം ഉള്ള ഒരു പ്രത്യേക ഗുണമുള്ള സംഘമാണ് ഈ പറഞ്ഞ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞത്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റോ വന്ന് സഹായിക്കും. മറ്റേ ദളിതനെ പോലെയല്ല. ദളിതന് അവിടെ കയറാൻ പറ്റില്ല, ഇവിടെ കയറാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, മൂത്രമൊഴിക്കാൻ പറ്റില്ല, ബ്രാഹ്മണന്റെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ മുസ്ലിമിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ അറ്റാക്ക്. ഇപ്പം ബജ്രംഗ് ദൾ വന്ന് അറ്റാക്ക് ചെയ്ത് ഇന്നൊക്കെ അണ്ടിക്കിട്ട് അടിച്ച പോലെ പരിപാടികൾക്ക് ഈ പറഞ്ഞ മുസ്ലിങ്ങൾ വരാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളില്ലാത്തത്. അത് ഇപ്പം എനിക്ക് മനസ്സിലാക്കണമെന്ന് അറിയില്ല. എൻ്റെ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നീ ഇത് ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതല്ലേ അതിന്റെ സത്യവും. കഴിഞ്ഞില്ല, ഇനിയും കുറച്ചുകൂടെ പറയുന്നുണ്ട്. ാണ് ആദ്യം തീർക്കേണ്ടത്, അതായത് കാസ്റ്റിസം. ഈ ജാതീയത തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കടിഞ്ഞാണിടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുല്ലും ഇവിടെ ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം. കേട്ടല്ലോ, നമ്മുടെ മാത്തപ്പൻ പറഞ്ഞത് കൃത്യമായിട്ട്. സത്യം പറയാലോ മാത്തപ്പ, നിന്റെ ഒരു അവസ്ഥ കണ്ട് ചിരിക്കാനല്ലാണ്ട് വേറെ പുച്ഛം വേണോ സഹതാപം വേണോ എല്ലാം കൂടെ വാരിക്കോരി എടുത്തോ നീ. ഏതായാലും മാത്തപ്പൻ പണ്ട് പറഞ്ഞതും മാത്തപ്പൻ ഇന്ന് പറഞ്ഞതും ഇനി മാത്തപ്പൻ നാളെ എന്ത് പറയുന്നതും പടസമ്പുരാന് പോലും അറിയില്ല. മാത്തപ്പന്റെ സ്ഥിതി അങ്ങനെയൊക്കെയാണ്. എന്താണല്ലോ മാത്തപ്പന് ശരിക്കും പൊള്ളിയിട്ടിട്ടപ്പോൾ അല്ല മാത്തപ്പ? അടിപൊളി മാത്തപ്പ, കിട്ടും.